നമസ്കാരം, നിളയൊര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ 7:35 മാർപ്പാപ്പയുടെ വിയോഗമെന്ന് വത്തിക്കാൻ അറിയിച്ചു. ന്യൂമോണിയ ബാധിതനായി ഗുരുതരാവസ്ഥയിൽ 38 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം മാർച്ച് 23 അദ്ദേഹം തിരിച്ചെത്തിയത്. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജി പ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ 2013 മാർച്ച് 13 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിത പ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം. ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയുമായിരുന്നു. 731-741 കാലഘട്ടത്തിലെ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി മൂന്നാമന് ശേഷം യൂറോപ്പിന് പുറത്തുനിന്നുള്ള മാർപ്പാപ്പയും അദ്ദേഹമാണ്. സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോള താപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരുന്നു. Le guerre fanno con questo, ma qui siamo andati oltre le guerre. Questo non è guerra già, questo è terrorismo. ലോക രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ നടത്തി. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പങ്കുവഹിച്ചു. അഭയാർത്ഥികളോട് മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു. ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തു. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാന്മാർക്കും എതിരെ അച്ചടക്ക നടപടിയെടുത്തു. സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയെടുത്തു. വധശിക്ഷ ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്തു. 1936 ഡിസംബർ 17 അർജന്റീനയിൽ ബ്യൂണസ് ഐറിസിൽ ജനിച്ച ജോർജ് മാരിയോ ബർഗോളിയോയുടെ പിതാവ് ഇറ്റലിക്കാരനായിരുന്നു. മുസോളിനിയുടെ ഭരണകൂടത്തെ ഭയന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയതായിരുന്നു അദ്ദേഹം. അവിടെ റെയിൽവേ ജീവനക്കാരനായി. അദ്ദേഹത്തിന്റെ 5 മക്കളിൽ ഒരാളാണ് ജോർജ് മാരിയോ. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോർജ് മാരിയോ ബർഗോളിയോ 1969 ഡിസംബർ 13 ജെസ്യൂട്ട് വൈദികനായി. 1998 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി. ബിഷപ്പായിരിക്കെ ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിലായിരുന്നു താമസം. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു. ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു യാത്ര. 2001 കർദിനാളായി. വത്തിക്കാൻ ഭരണകൂടമായ റോമൻ കുരിയായുടെ വിവിധ ഭരണ പദവികളിൽ സേവനമനുഷ്ഠിച്ചു. 2005 അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി. 2013 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോഴും ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം. താഴ്മയുടെയും വിനയത്തിന്റെയും സന്ദേശം ജീവിതത്തിലൂടെ വരച്ചു കാണിച്ച മാനവികതയുടെ സ്നേഹപ്രവാചകന് CCTVയുടെ ഹൃദയാഞ്ജലികൾ. മറ്റു വാർത്തയിലേക്ക്. ദേശീയപാത 6 വരിയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പുതിയ കുറ്റിപ്പുറം പാലം ഭാഗികമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 2022 ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറം തവനൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മാണം ആരംഭിച്ചത്. 2 വർഷം കൊണ്ട് പാലം നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും വിവിധ കാരണങ്ങളാൽ നിർമ്മാണം നീളുകയായിരുന്നു. നിലവിൽ പാലത്തിന്റെ 90% നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായി. 6 വരി വീതിയിൽ നിർമ്മിച്ച പാലത്തിന്റെ പൊന്നാനിയിൽ നിന്നും കുറ്റിപ്പുറം പോകുന്ന 3 വരി മാത്രമാണ് ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുള്ളത്. പുതിയ പാലം നിർമ്മാണം പൂർത്തിയായാൽ പഴയ പാലം സർവീസ് റോഡായി ഉപയോഗിക്കും. IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സഹപ്രവർത്തകൻ സുകാന്തിന്റെ എടപ്പാളിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിലെ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. ഹാർഡ് ഡിസ്ക്, പാസ്ബുക്കുകൾ എന്നിവ കണ്ടെടുത്തു. വാർഡ് മെമ്പർ ES സുകുമാരന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. പട്ടാമ്പി മരുതൂർ തളി ശിവക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ച 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു.
മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മരുതൂർ തളി ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാവിലെ പൂജാരി ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ച 2 ഭണ്ഡാരങ്ങൾ, ഉപദേവന്മാരുടെ മുൻപിൽ സ്ഥാപിച്ച 3 ഭണ്ഡാരങ്ങൾ, റോഡിൽ സ്ഥാപിച്ച 1 ഭണ്ഡാരം എന്നിവയുടെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് പണം അപഹരിച്ചിരിക്കുന്നത്. പൂട്ട് പൊളിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഭണ്ഡാരത്തിന് മുന്നിൽ തന്നെ കിടപ്പുണ്ട്. വിവരമറിഞ്ഞ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സ്ഥലത്തെത്തി. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പൂവക്കോട് വിജയൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് എത്തി പരിശോധന നടത്തി. ഏകദേശം 5000 രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഭിന്നശേഷിക്കാരനായ 15-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതി അറസ്റ്റിൽ. ആനക്കര ഹൈസ്കൂളിന് സമീപം ചേകന്നൂർ മുതുമുറ്റത്ത് 42 വയസ്സുള്ള ഹസനെയാണ് തൃത്താല പോലീസ് പിടികൂടിയത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലും ആനക്കര ഹൈസ്കൂളിന് സമീപം വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിലും പ്രതിയാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ ജില്ലാ അതിർത്തിയിൽപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ ബൈക്കിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. വിഷുദിനത്തിൽ കണ്ടനകം ബീവറേജ്, ആനക്കര ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ പ്രതിക്കെതിരെ ചങ്ങരംകുളം പോലീസിൽ പരാതിയുണ്ട്. മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്ക് അടിമയാണ് പ്രതി. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നവീകരണം പൂർത്തിയായ പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 2 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിച്ചത്. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡ് 2 കോടി രൂപ ചെലവിലാണ് നവീകരിച്ചത്. നവീകരണം പൂർത്തിയായ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. ഈ റോഡ് ഇവിടെ നിന്നുള്ള ആവശ്യം ഇക്ബാൽ മാഷും കൂട്ടരും ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഈ റോഡ് വേണം എന്നത്. ഈ റോഡ് മാത്രമല്ല, അനേകം റോഡുകളുടെ ആവശ്യമുണ്ടായി. മണ്ഡലത്തിൽ നിന്നാകെ മുറവിളിയായിരുന്നു റോഡുകൾ. പുതിയ റോഡിന്റെ ആവശ്യം മാത്രമല്ല, തകർന്നു കിടക്കുന്ന റോഡുകളുടെ നിലവിളിയായി. 2021 ഞാൻ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലഭിച്ചത് തകർന്നു കിടക്കുന്ന റോഡുകൾ മാത്രം നിറഞ്ഞൊരു മണ്ഡലമാണ്. എല്ലാ റോഡുകളും തകർന്ന അവസ്ഥയിലാണ്. ഏറ്റവും വലിയ വെല്ലുവിളി ആ റോഡുകൾ മുഴുവൻ ഗതാഗത യോഗ്യമാക്കുക എന്നതിനായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം അന്ന് ആരംഭിച്ചതാണ്. പക്ഷേ വേഗം ആൾക്കാരെല്ലാം മറക്കുമല്ലോ. 1 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്തായി റോഡ് നന്നാക്കുന്നു പറഞ്ഞിട്ട്? ഇതൊക്കെ വെറും തള്ളാണ്, ഒക്കെ പറഞ്ഞു പറ്റിക്കലാണ്. ചിലര് ബോധപൂർവം തന്നെ അത് പ്രചരിപ്പിച്ചു. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ അധ്യക്ഷ ഒരനുഭവം പറഞ്ഞല്ലോ, ഈ റോഡിന് 2 കോടി വെച്ചു എന്ന് പറഞ്ഞപ്പോ പരിഹസിച്ചതിന്റെ, ഫേസ്ബുക്കിൽ പരിഹസിച്ചതിന്റെ ഒരു അനുഭവം പറഞ്ഞല്ലോ. അത് മുറക്കി നടന്നുകൊണ്ടിരുന്നു. കുറെ ആളുകൾക്ക് അത് മാത്രമായിരിക്കും ജോലി. ഞാനും കാണുന്നുണ്ടായിരുന്നു. എന്റെ ചെവിയിലും കേൾക്കും, ഇതുവഴി കേൾക്കും, ഇതുവഴി വിടും. പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ അതിന് മറുപടി കൊടുത്തത്, ജനപ്രതിനിധി എന്ന നിലയിൽ മറുപടി കൊടുത്തത് വാക്കുകൊണ്ടല്ല, ചെയ്ത് കാണിച്ചിട്ടാണ്. അതാണ് ഈ റോഡ്. ഞാൻ ഇവിടെ അധ്യക്ഷ ഷൈമ പറഞ്ഞ ആരോ പരിഹസിച്ചു എന്ന് പറഞ്ഞില്ലേ, മുഴുവൻ അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. കാരണം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകും. ഒരിക്കലും നടക്കില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ടായിരിക്കും, പഴയ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തെറ്റ് പറയാനും അവരെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കരുത്. അവരവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതൊന്നും നടക്കണ്ടാവില്ല. ഇതൊക്കെ പറയാൻ മാത്രമുള്ളതാണ് എന്ന് വിചാരിച്ചു. ആ കാലം കഴിഞ്ഞു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയൂ, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. റോഡിന്റെ വശങ്ങൾ സംരക്ഷിച്ചും ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാക്കിയിട്ടുണ്ട്. കുളമുക്കിലും ലക്ഷ്മീട് കോളനിക്ക് സമീപത്തും റോഡ് ഉയർത്തിയുള്ള പ്രവൃത്തികളും നടപ്പാക്കിയിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഷൈമ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ PM അബ്ദുൽ സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T ബിനിമോൾ, EP ശിവശങ്കരൻ, P ശ്രീനിവാസൻ, P സുധീർ, NP ഉമ്മർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KC അലി ഇക്ബാൽ, PK ചെല്ലിക്കുട്ടി, ET ഹൈദ്രോസ്, പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M മോഹൻദാസ്, ഹാഫിസ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തീരദേശ റോഡ് പരിപാലന ഫണ്ടിൽ നിന്നും ജൽജീവൻ മിഷൻ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചാണ് റോഡ് നവീകരിച്ചത്. മറുനാട്ടിൽ നിന്നും അന്നം തേടിയെത്തിയവർ താമസിക്കുന്നത് കന്നുകാലികൾക്ക് സമാനമായ സാഹചര്യത്തിൽ.
വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളി കുടുംബങ്ങളാണ് അപകടകരമായ സാഹചര്യത്തിൽ കഴിയുന്നത്. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്ത് ഉള്ളാട്ടുവളപ്പിൽ റോഡിലാണ് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഈ വാസസ്ഥലം. ഹോളോ ബ്രിക്സുകൾ അടുക്കിവെച്ച് ഒരാൾക്ക് കഷ്ടിച്ച് തലമുട്ടാതെ കടക്കാൻ പറ്റുന്ന വരിവരിയായി നിർമ്മിച്ച മുറികൾ. മുഖത്തോട് മുഖമായി നിർമ്മിച്ച ഇവയെ കെട്ടിടമെന്നോ ഷെഡെന്നോ ക്വാർട്ടേഴ്സ് എന്നോ വിളിക്കാനാകില്ല. പല സ്ഥലത്തും ഹോളോ ബ്രിക്സുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ സിമന്റ് പോലും തേക്കാതെ അനങ്ങിയാൽ താഴേക്ക് വീഴുന്ന അവസ്ഥ. ഓരോ വരിയിലും 5ഉം 6ഉം വീതം കുടിസുമുറികൾ. അടുക്കളയെന്ന് പറയുന്ന ചെറിയൊരു ഭാഗം വേറെ. ഏത് നിമിഷവും മറിഞ്ഞു വീഴാൻ നിൽക്കുന്ന കഴുക്കോലുകളും അവയ്ക്ക് മുകളിൽ അടുക്കിവെച്ച ഓടുകളും. ഒന്നും രണ്ടുമല്ല, 30-ലധികം അതിഥി തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടമാണിത്. സ്ത്രീകളും കുട്ടികളുമെല്ലാം അടങ്ങുന്ന ഇവർക്കെല്ലാമായി വാതിലിന് പകരം ചാക്ക് തൂക്കി വാതിലാക്കിയ 5 ശൗചാലയങ്ങളും. 6 അടിയോളം നീളവും വീതിയുമുള്ള ഓരോ മുറിയിലും 5ഉം 6ഉം പേരാണ് തിങ്ങിഞ്ഞെരുങ്ങി കഴിയുന്നത്. പല സ്ത്രീകളും രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് പകൽ പുരുഷന്മാർ ജോലിക്ക് പോയ ശേഷം മാത്രമാണ് ഉറങ്ങുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ ചൂഷണം വലിയൊരു ദുരന്തമായി മാറാതിരിക്കണമെങ്കിൽ അധികൃതർ ഉണർന്നേ മതിയാകൂ. ഉത്സവ എഴുന്നള്ളിപ്പുകളിൽ പേരെടുത്ത കൊമ്പനായ കരുവന്തല ഗണപതി ചെരിഞ്ഞു. തിങ്കളാഴ്ച രാവിലെയാണ് ആന ചെരിഞ്ഞത്. കുറച്ചു ദിവസമായി അസുഖബാധിതനായി വിശ്രമത്തിലായിരുന്നു. ഏപ്രിൽ 17-നാണ് അവസാനത്തെ ഉത്സവ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തത്. മേഖലയിലെ പ്രധാന ഉത്സവങ്ങളിലെല്ലാം തന്നെ കരുവന്തല ഗണപതി സജീവ സാന്നിധ്യമായി ഉണ്ടാകാറുണ്ട്. ഏറെ ആരാധക വൃന്ദമുള്ള ആനയാണിത്. മുല്ലശ്ശേരി കരുവന്തല ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മനയിലെ ആനയാണ്. ഇവിടെ വെച്ച് തന്നെയാണ് ആന ചെരിഞ്ഞത്. 30 വയസ്സാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. SFI പെരിങ്ങോട് ലോക്കൽ കൺവെൻഷൻ പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി ഹാളിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടന്നു. പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. A. അശ്വതി അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് VK ശ്രീജ, ഏരിയ കമ്മിറ്റി അംഗം നിമൽ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A. കുട്ടിനാരായണൻ, ലോക്കൽ കമ്മിറ്റി അംഗം ഉദയൻ പെരിങ്ങോട് എന്നിവർ സംസാരിച്ചു. NP അതുൽ കൃഷ്ണ പ്രസിഡന്റ്, A. അശ്വതി സെക്രട്ടറി എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. സഖാവ് ദേവപാലം മുതൽ സഖാവ് ധീരജ് വരെ നീണ്ടു നിൽക്കുന്ന 35ഓളം വരുന്ന രക്തസാക്ഷികളുള്ള ഇന്ത്യക്കകത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. അങ്ങനെ ഈ 55 വർഷം നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങൾക്കിടയിൽ 35 വിദ്യാർത്ഥി സഖാക്കളെ കൊന്നൊടുക്കി ഈ സംഘടന ഓരോ ആളുകളെയും കൊല്ലുമ്പോ, ഓരോ ആളുകളെയും ഇല്ലാതാക്കുമ്പോ, അടിക്കുമ്പോ, വിദ്യാർത്ഥികളെ മാനസികമായി പ്രയാസത്തിൽ ഏർപ്പെടുത്തുമ്പോ ഈ സംഘടന അങ്ങ് ഇല്ലാതാകുമെന്ന് വിചാരിച്ചിടത്തു നിന്ന് KSUവിന്റെയും MSFന്റെയും ABFിന്റെയും അത്തരത്തിലുള്ള ചിന്തയിൽ നിന്ന് ഈ സംഘടന ഞങ്ങൾ ഒരു അഭിമന്യു നഷ്ടപ്പെട്ടാൽ, ഞങ്ങൾക്കൊരു ധീരജനെ നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ദേവപാലനെ നഷ്ടപ്പെട്ടാൽ, ഒരു സൈദാലിയെ നഷ്ടപ്പെട്ടാൽ, ഒരു അഷറഫിനെ നഷ്ടപ്പെട്ടാൽ, ഒരു മുഹമ്മദ് മുസ്തഫയെ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് അതിനു പകരം 1000 മുഹമ്മദ് മുസ്തഫമാരുണ്ടാവും. 1000 ധീരജുകളായി ഞങ്ങൾ മാറും. 1000 അഭിമന്യുവായി ഞങ്ങൾ മാറും. അങ്ങനെ ഈ കൊടി പിടിച്ചതിന്റെ പേരിൽ, ഈ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളെ പൊളിറ്റിക്സ് പറഞ്ഞ് രാഷ്ട്രീയ ബോധമുള്ള വിദ്യാർത്ഥികളാക്കിയതിന്റെ പേരിൽ ഞങ്ങളെ കൊന്നൊടുക്കാൻ ഇവർ തയ്യാറാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ ചെറുവരെ പറഞ്ഞു വെച്ചതുപോലെ ഡയലോഗ് ഉണ്ടല്ലേ, നിങ്ങൾക്കൊക്കെ കൊല്ലാറല്ലേ സാധിക്കൂ. ഞങ്ങളാരും തോൽക്കുന്നില്ലല്ലോ അല്ലേ? ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളെ ആരെ കൊണ്ടും കഴിയില്ല എന്ന് ഉറക്കെ പറഞ്ഞു വെക്കാൻ, നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് പറഞ്ഞു വെക്കാൻ, നമ്മുടെ ലോക്കലുകൾക്കകത്ത് പറഞ്ഞു വെക്കാൻ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളെ കൊണ്ട് കഴിയണം എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട്. ജൂനിയർ നാഷണൽ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിന് പട്ടാമ്പി മുതുതല വേദിയാകുന്നു. മെയ് 2 മുതൽ 6 വരെ മുതുതല AUP സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 17ാമത് ജൂനിയർ നാഷണൽ
ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിനാണ് മുതുതല AUP സ്കൂൾ വേദിയാകുന്നത്. മെയ് 2 മുതൽ 6 വരെയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. 20 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 700ഓളം കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ്, മിക്സഡ് ഡബിൾസ് എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മെയ് 2-ന് പതാകോത്തലോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ഡോഡ്ജ് ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും കേരളത്തിലെ കായിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും. ആകർഷകമായ പരേഡുകൾ, കേരളത്തിന്റെ സാംസ്കാരിക മികവ് പ്രകടമാക്കുന്ന കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ ഇന്ത്യയിലെ തന്നെ 20-ൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ നിന്നായി ഏകദേശം 700ഓളം കായിക താരങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോഡ്ജ് ബോൾ 3 കാറ്റഗറിയാണുള്ളത്. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, മിക്സഡ്. ഒരു മിക്സഡ് വിഭാഗം കൂടിയാണ്. ഇനി ഈ പറഞ്ഞ പോലെ 2-ാം തീയതി ചാമ്പ്യൻഷിപ്പ് തുടങ്ങുകയും 3-ാം തീയതി വൈകുന്നേരം ഇനാഗുറേഷൻ വളരെ ഗംഭീരപരമായിട്ട് നടത്തുവാനാണ് അസോസിയേഷനും സ്പോർട് മാനേജ്മെൻറ്റും തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ദേശീയ സെക്രട്ടറി, ഇന്ത്യൻ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ബ്രാർ ചൗഹാൻ സിംഗ് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ പാൽ ശർമ്മ ഇദ്ദേഹവും വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ചാമ്പ്യൻഷിപ്പിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ ഒരുക്കിയതായി സ്കൂൾ അധികൃതരും അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി PU അരുൺ, സ്കൂൾ PTA പ്രസിഡന്റ് MP രവികുമാർ, കായികാധ്യാപകൻ K ശരത്, മാനേജ്മെന്റ് പ്രതിനിധി സതീഷ് കുമാർ, പ്രധാനാധ്യാപകൻ ശ്രീഹരി തുടങ്ങിയവരും ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കായികമായ കാര്യങ്ങളിൽ റിസൾട്ട് ഉണ്ടാക്കാൻ മുതുതല സ്കൂളിന്റെ ഒരു അഭിമാനം തന്നെയാണ് ഞങ്ങളുടെ PT മാഷ് ശരത്. ശരത്ത് മുഖാന്തരമാണ് ഈ സംവിധാനം മുതുതല സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളേതായാലും അതിനുള്ള എല്ലാ കവാടവും അവർക്ക് തുറന്നിട്ടിട്ടുണ്ട്. അവർക്ക് 300-ൽ പരം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ താമസിച്ച് ആണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള ക്ലാസ് റൂമുകൾ, സൗകര്യങ്ങൾ, അതേപോലെ തന്നെ ഇത്രയും പേർക്കുള്ള ഒരു 50ഓളം നമുക്ക് ബാത്റൂമുകളുണ്ട്. അപ്പോൾ ധാരാളം ബാത്റൂമുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് വേറെ വേറെ ആയിട്ട് നമുക്ക് ബിൽഡിങ്ങുകൾ കൊടുത്ത് അവരെ താമസിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അവർ നമ്മളോട് ആവശ്യപ്പെട്ട ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ സ്കൂളിനെ കൊണ്ട് ഇന്ന് സാധിക്കും. അപ്പം നമ്മൾ ആ വാക്കുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ട എല്ലാ സൗകര്യവും അവർക്ക് അവിടെ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ഇതിന് വരുന്ന ആളുകൾ നമുക്കറിയാം, ഇപ്പം ഇന്ത്യക്കകത്ത് 20ഓളം സ്റ്റേറ്റുകളിൽ നിന്ന് വരിക പറഞ്ഞാൽ അത്യാവശ്യം എല്ലാം ഒരു 3-ൽ 2 ഭാഗം സ്റ്റേറ്റുകളായിക്കഴിഞ്ഞു. അപ്പൊ അവിടെ നിന്നൊക്കെ വരുന്ന ആളുകളെ യാത്ര ചെയ്ത് വരുന്നവര്, നമ്മളിപ്പോൾ ഷൊർണൂരോ പട്ടാമ്പിയോ ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരെ അവിടെ നിന്ന് നമ്മൾ ട്രാൻസ്പോർട്ടിങ് കൊടുത്ത് അവരെ നമ്മൾ സ്കൂളിലേക്ക് എത്തിക്കാൻ, അങ്ങനെ നമ്മൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള എല്ലാ സഹായവും നമ്മൾ ഇവർക്ക് വേണ്ടി ഇതിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ആയിട്ടുണ്ട്. കാരണം അതേപോലെ തന്നെ ഇത്രയും ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ, അവർക്ക് അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇന്ന് നമുക്ക് മുതുതല സ്കൂളിൽ യാഥാർത്ഥ്യമാണ്, നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഏതായാലും ആ സൗകര്യം ഇവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്ക് സഹായകമാകേണ്ടത് അതെല്ലാം ചെയ്യാൻ മുതുതല സ്കൂളിലെ മാനേജ്മെന്റും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരും രക്ഷാകർത്താക്കളും തയ്യാറായിട്ടുണ്ട്. CPI നാഗലശ്ശേരി ലോക്കൽ സമ്മേളനം JH നഗറിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി നൌഷാദ് സംസാരിച്ചു. മോഹൻദാസ്, ജിനേഷ് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. 9-അംഗ ലോക്കൽ കമ്മിറ്റിയെയും സെക്രട്ടറിയായി ധനീഷ് അരേക്കത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറിയായി മോഹൻദാസ് ആമക്കാവ് എന്നിവരെയും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. കൂറ്റനാട് പെരിങ്ങോട് റോഡ് അടിയന്തരമായി പണി പൂർത്തിയാക്കണം എന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തെക്കേ വാവന്നൂർ കോയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. മംഗല്യഭാഗ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഗ്രാമത്തിന്റെ ഐശ്വര്യത്തിനും അത്യുത്തമമാണ് ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം എന്നാണ് ഐതിഹ്യം. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. പൂജകൾക്ക് ശേഷം രാവിലെ 8 മണിയോടെ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ലഘുഭക്ഷണ വിതരണവും ഉണ്ടായി. CPI വരവൂർ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം തളി സെന്ററിൽ
സെന്ററിൽ നടന്നു. പിലാക്കാട് നിന്നും വാദ്യാഘോഷങ്ങളോടെയുള്ള റെഡ് വളണ്ടിയർ മാർച്ച് തളി സെന്ററിലെ പൊതുസമ്മേളന നഗറിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന പൊതുയോഗം CPI ദേശീയ കൗൺസിൽ അംഗവും സംസ്ഥാന റവന്യൂ മന്ത്രിയുമായ K. രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം C. വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം M.R. സോമനാരായണൻ, ചേലക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി P. ശ്രീകുമാർ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ T.P. സുനിൽ, അരുൺ കാളിയത്ത്, വരവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P.M. ഷറഫുദ്ദീൻ, ചേലക്കര സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ശ്രീജ സത്യൻ, K.R. സത്യൻ, വരവൂർ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി K.V. സുമേഷ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര ദർശനത്തിന് പോയ സഹോദരിമാരെ കാണാനില്ലെന്ന് പരാതി. ചാലിശ്ശേരി 7-ാം വാർഡ് കാരത്ത് തോട്ടം ചോലയിൽ അമ്മിണി 76 വയസ്സ്, അനുജത്തി 68 വയസ്സുള്ള ശാന്ത എന്നിവരെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലെന്നാണ് പരാതി. ഞായറാഴ്ച രാവിലെ 9 മണിയോടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയതായിരുന്നു. ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ 80 75 21 32 63 90 48 21 10 13 എന്നീ നമ്പറുകളിലോ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണം. പറക്കുളം NSS ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ്, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, മലയാളം, ഹിന്ദി, അറബിക്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി വിഷയങ്ങളിൽ അതിഥി അധ്യാപകരുടെ ഒഴിവുണ്ട്. തൃശൂർ മേഖല കോളേജ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലെ ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ NSS കോളേജ് HR 2025@gmail.com എന്ന വിലാസത്തിൽ ഏപ്രിൽ 29 മുമ്പ് അപേക്ഷിക്കണം. UGC നെറ്റ് PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.